ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ മാത്ത് സോൾവർ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഇത് ചിലപ്പം ഓൾറെഡി നിങ്ങളിൽ പലരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്. ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണക്ക് കൂട്ടുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എവിടെ എന്തിന് നമ്മളൊരു സ്ഥലത്ത് ചെന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ തന്നെയായിരിക്കും, നമ്മൾ മനസ്സിൽ തന്നെയായിരിക്കും അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ തെറ്റിപ്പോകാറൊക്കെ ഉണ്ടായിരിക്കും. ഇനി അതല്ല, നമ്മളൊരു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ ഒരു കടയിലുള്ള ആളുകൾക്ക് ചിലപ്പം കാൽക്കുലേറ്റർ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും അവരത് എല്ലാം കൂടെ എഴുതി കണക്ക് കൂട്ടി നോക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഇത്. ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ മൈക്രോസോഫ്റ്റിൻ്റെ മാത്ത് സോൾവർ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഇതാണ് ആ ഒരു ആപ്പിൻ്റെ ഐക്കൺ. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിങ്ങനെ മുകളിൽ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും: സ്കാൻ, ഡ്രോ, ടൈപ്പ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്, സ്കാൻ ചെയ്യുക. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ ഒരു നമ്പേഴ്സ് നമ്മളിവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം. ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്യാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഫോട്ടോ എടുത്തു. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എത്രയാണെന്നുള്ളത് താഴെ കാണിക്കും. അപ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. 295 plus 160 plus 230 plus 383. സോ ഇവിടെ കറക്റ്റായിട്ടാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറെയും ചെയ്ത് നോക്കാം. ഇവിടെ സ്കാൻ ചെയ്ത് കറക്റ്റ് ആൻസർ ഇത് തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാം. 3683 into 17 കറക്റ്റായിട്ടാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡിവിഷനും കൂടെ ചെയ്ത് നോക്കാം. ഇതിലിങ്ങനെയാണ് ആൻസർ വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 83, 86, 205, 16. സോ 5241 കറക്റ്റ് ആൻസറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആ ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പ് വൈസ് തന്നെ നമുക്ക് ഇതിൽ ആൻസർ കാണും. ഇനി ഇതിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഡ്രോ എന്ന് പറഞ്ഞത്. നമുക്കതൊന്ന് എടുത്തു നോക്കാം. ഇനി നമുക്കിവിടെ ഇനി താഴെ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരും. ഇനി അതുപോലെ തന്നെ നമുക്കൊന്ന് മൈനസ് ചെയ്തും നോക്കാം. സോ ഇവിടെയും കറക്റ്റ് ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈപ്പ് എന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ കാൽക്കുലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കാരണം എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അതാണ് നിങ്ങൾക്ക് കണക്കാണ് ചെയ്യേണ്ടത് എങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് നമ്മുടെ മൈൻഡിലേക്ക് എത്രയായിരിക്കും ആൻസർ എന്നുള്ളത് വരില്ല. അപ്പോൾ നമുക്കതൊന്ന് ഇതിൽ ചെയ്തു നോക്കാം. ഞാൻ സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ആൻസർ എന്താണെന്നുള്ളത് ഇവിടെ വരും. സോ ഇതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മാട്രിക്സ് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ നോട്ടിലായാലും ശരി, സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അവരുടെ നോട്ടിലായാലും ടെക്സ്റ്റിലായാലും ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്റ്റെപ്പ് വൈസ് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് നോർമലി നമ്മുടെ ഫോണിലൊക്കെ ഉള്ള പോലെ തന്നെ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അതിൽ കാൽക്കുലേറ്റർ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇനി അതല്ല ഹാൻഡ് റൈറ്റിംഗ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൂട്ടുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് സ്കാനിങ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ആ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ കറക്റ്റ് ആ സ്റ്റെപ്പ് വൈസ് തന്നെ സ്റ്റെപ്പ് ഒക്കെ ക്ലിയർ ആയിട്ട് അതിലുണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ എല്ലാവർക്കും ഈ ഒരു ആപ്പ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതിനു മുൻപ് ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെയായിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ദിസ് ഇസ് മിഷോണ. ബൈ.